രവിശാസ്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഇറ്റ്സ് ടോസ് ടൈമാണ്. ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഇപ്പോൾ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലെ ആ പിച്ചിന് അടുത്ത് എത്തിയിട്ടുണ്ട്. ആര് ടോസ് നേടും എന്നത് അങ്ങേയറ്റം നിർണായകമാണ്. കാരണം ഈ പിച്ചിൽ ഡ്യൂ കുറച്ച് പേടിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലെത്തിയ ഇന്ത്യൻ ടീമിന്റെ ബൗളിംഗ് പരിശീലകൻ മോൺ മോർക്കലൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ മുംബൈ മറ്റു ഗ്രൗണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡ്യൂ കുറച്ച് കുറവാണ് എന്നതും വസ്തുതയാണ്. പക്ഷേ ടോസ് വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മിക്കവാറും ടോസ് കിട്ടിയ ടീം എന്ത് ചെയ്യും എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. ഇപ്പോൾ മുംബൈയിൽ നിന്ന് ശ്രീനാഥ് കൂടി ചേരുന്നു. ശ്രീനാഥ്, ടോസ് ടൈമാണ്, വലിയ ആകാംക്ഷയാണ്. ഈ ടൂർണമെന്റിൽ തന്നെ 7-ൽ 4 തവണയും ടോസ് നേടിയ ടീം ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇന്നത്തെ മത്സരം, അതിൻ്റെ സിറ്റുവേഷൻ, പ്രത്യേകിച്ച് ഡ്യൂ ഒക്കെ നോക്കുമ്പോൾ എന്തായിരിക്കും തീരുമാനം എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. ഇരു ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന അത് തന്നെയാണ്. ഒരു പക്ഷേ ടോസ് ലഭിക്കുകയാണെങ്കിൽ ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യം ബാറ്റ് ചെയ്ത് 200-ന് മുകളിലൊക്കെ ഒരു റൺസിലേക്ക് എത്തുക, അതായത് ഒരു ഹൈ സ്കോറിംഗ് മത്സരത്തിന് കളമൊരുക്കുക എന്നത് തന്നെയായിരിക്കും ടീമുകളുടെ ശ്രമം. കാരണം വാങ്കഡയിലെ പിച്ചിൽ എന്നും വലിയ റൺസ് പിറന്ന ഇടമാണ്. അതുകൊണ്ട് അവിടെ ആദ്യം ബാറ്റ് ചെയ്ത് 200-ന് മുകളിൽ റൺസ് നേടുകയും പവർ പ്ലേയിൽ തന്നെ എതിരാളിയുടെ ആ കുറച്ച് വിക്കറ്റുകൾ, 1-2 വിക്കറ്റുകൾ വീഴ്ത്തി അവരെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട് മത്സരം വിജയിച്ചെടുക്കാൻ കഴിയുമോ എന്നതാകും ടീമുകൾ ശ്രമിച്ചു നോക്കുന്നത്. അതുകൊണ്ട് ടോസ് ഒരുപക്ഷെ ബാറ്റ് ചെയ്യാനായിരിക്കും ടോസ് ജയിക്കുന്നവർ ആഗ്രഹിക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ ടോസിനുള്ള സമയമാണ്, അതിലേക്ക് കടക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കേണ്ടതുള്ളത്. ഒപ്പം തന്നെ ടീം ലൈനപ്പിൽ എന്തെങ്കിലും ചില മാറ്റങ്ങൾ ഉണ്ടോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. മൈക്കിൾ വോൺ അടക്കമുള്ള ചില മുൻ താരങ്ങൾ, ചില മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നുള്ള ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. കുൽദീപിനെ പോലുള്ള താരങ്ങൾക്ക് ഇടം നൽകണം എന്നതടക്കമുള്ള പല അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും മാറ്റം ഇന്ത്യൻ ടീമിൽ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ പ്രത്യേകമായി ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ ടോസ് ടൈം നമുക്ക് ഉത്തരം തരുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ടോസ് കിട്ടിയിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇംഗ്ലണ്ട് നായകൻ ബൗളിംഗ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്ത്യ അങ്ങനെയെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യും. അതായത് ഹാരി ബ്രൂക്ക് കാണിച്ച ആക്ഷൻ അതാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നത്. അതായത് ഇംഗ്ലണ്ട് ആദ്യം പന്തെറിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഡ്യൂ അത് തന്നെയായിരിക്കും കണക്കിലെടുത്തിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇരു ടീമുകൾക്കും അങ്ങേയറ്റത്ത് നിർണ്ണയം അത് തന്നെയാണ്. ഒഫീഷ്യലി നമുക്കത് കൺഫേം ചെയ്യാം. ആദ്യം ഇംഗ്ലണ്ട് ബൗൾ ചെയ്യും. അതായത് ഇന്ത്യക്ക് ബാറ്റിംഗ് എന്നുള്ളത് തന്നെയാണ്. സഞ്ജു സാംസണെയും കൂട്ടരെയും നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ നിർണായക തീരുമാനം. ഇത് എങ്ങനെയായിരിക്കും ഈ മത്സരത്തിൽ നിർണായകമാവുക എന്നുള്ളത് എന്തായാലും അനിവാര്യമാണ്. ഈ ടൂർണമെന്റിൽ ഇതുവരെ 7 മത്സരങ്ങളാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്നത്. പക്ഷേ ആ 7-ൽ 4-ലും മറ്റു പിച്ചുകളെയൊക്കെ തന്നെ അപേക്ഷിച്ച് 7-ൽ 4 തവണയും ടോസ് നേടിയ ടീം ആദ്യം ബാറ്റ് ചെയ്യുന്ന തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഡ്യൂ ഫാക്ടർ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിനെ അടക്കം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡ്യൂ വലിയ രീതിയിൽ എഫക്ട് ചെയ്യാത്ത ഒരു പിച്ചാണ് വാങ്കഡയിലേത്. പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ ഡ്യൂ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാവണം ഹാരി ബ്രൂക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ആദ്യം പന്തെറിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇരു ക്യാപ്റ്റന്മാരും ബെറ്റർ ടു ലൂസ് ടോസ് എന്ന തരത്തിലായിരിക്കും ആദ്യം എത്തിയിട്ടുണ്ടാവുക. ഒരു തീരുമാനം പലപ്പോഴും എടുക്കാൻ സാധിക്കാത്തതിനേക്കാൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് കുഴയുന്നതിനേക്കാൾ എതിരാളി എന്താണോ തീരുമാനമെടുക്കുന്നത് അതിനൊപ്പം പോകാനായിരിക്കും ഇന്ത്യ തീരുമാനിക്കുന്നത്. ഇതോടുകൂടി വാങ്കഡയിലെ 2ാം മത്സരത്തിലും ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ടൂർണമെന്റിന്റെ ഓപ്പണറിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ അമേരിക്കക്കെതിരെ ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന കണ്ടു. പക്ഷേ അന്ന് ഇന്ത്യ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്തതാണ്. ആ മത്സരത്തിൽ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി സൂര്യകുമാർ യാദവ് മുന്നിൽ നിന്ന് ജയിച്ചപ്പോൾ ഇന്ത്യക്ക് ഒരു ബെറ്റർ സ്കോർ എത്തി. 160-ന് മുകളിൽ ഒരു സ്കോർ എത്തുകയും ഇന്ത്യ എന്ന വലിയ മാർജിനിൽ, ഒരു ചെറിയ മാർജിനിലെങ്കിലും അന്ന് ജയിച്ചു കയറുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും ഇന്ത്യൻ നിരയിൽ ആരൊക്കെ എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. നമ്മൾ കാത്തിരിക്കുന്നത് സഞ്ജു സാംസൺ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. പ്രിയ പ്രേക്ഷകരെ, സഞ്ജു സാംസൺ ടീമിൽ ഉണ്ട് എന്ന് തന്നെയാണ്. സഞ്ജു ഓപ്പണറായി തുടരും. ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല എന്ന് തന്നെയാണ്. ആ സെയിം ടീം തന്നെയാണ് ഇന്ത്യക്കായി കഴിഞ്ഞ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച അതേ ടീം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ആ ടീം ലൈനപ്പ് നമുക്ക് അതിലേക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു. ഓപ്പണർമാരായി അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്സർ പട്ടേൽ, അർഷ്ദീപ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ. ഇത് തന്നെയാണ് ആ ലൈനപ്പ്, ടീം 11 എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഒഫീഷ്യൽ ടീം ലൈനപ്പ് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഓപ്പണേഴ്സ്. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും. ഒറ്റ മത്സരം കൊണ്ടാണ് സഞ്ജു ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തിൻ്റെ ഒരു നെറുകയിലെത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 10 കൊല്ലമായി കിട്ടാത്ത അംഗീകാരങ്ങൾ ഒരൊറ്റ മത്സരം കൊണ്ട് സഞ്ജുവിനെ തേടിയെത്തിയിരിക്കുന്നു. ഇതാണ് മറ്റു ബാറ്റേഴ്സ്. ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഇവരുടെ ബാറ്റിങ്ങും ഇന്നത്തെ മത്സരത്തിൽ അങ്ങേയറ്റം നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഓൾറൗണ്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ,
ഒപ്പം തന്നെ അക്സർ പട്ടേൽ, ഇവർ 3 പേരുമാണ് ഇന്ത്യയുടെ ഓൾറൗണ്ടർമാരായിട്ടുണ്ടാവുക. ഇപ്പോൾ ബാറ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൗളിംഗ് നിരയിലും മാറ്റമില്ല. ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് എന്നിവരാണ് ഇന്ത്യയുടെ 1ാം നമ്പർ ബൗളർ. വരുൺ ചക്രവർത്തി, ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ. റാങ്കിങ്ങിൽ ഒരുപക്ഷെ വരുണിന് പിന്നിലാണെങ്കിലും ഒരിക്കൽ വരുൺ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ 1ാം നമ്പർ ബൗളർ ആരെന്ന് ചോദിച്ചാൽ അത് ജസ്പ്രീത് ബുംറ തന്നെയാണ്. പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറയ്ക്ക് ഇത് ഒരു ഹോം ഗ്രൗണ്ട് പോലെയാണ്. കാരണം മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് ജസ്പ്രീത് ബുംറ. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒക്കെ തന്നെ അതുകൊണ്ട് ഈ പിച്ചിനെ കുറിച്ച് നന്നായി അറിയാവുന്ന താരമാണ് ജസ്പ്രീത് ബുംറ. അദ്ദേഹത്തിന്റെ പ്രകടനം ഈ പിച്ചിൽ അങ്ങേയറ്റം നിർണായകമാണ്. അർഷ്ദീപും ഇന്ത്യക്കായി പന്തെടുക്കുമ്പോൾ നിർണായകമായി പവർ പ്ലേയിൽ നിർണായക പന്തുകൾ എറിയാൻ അർഷദീപിനും സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇതാണ് ഇന്ത്യയുടെ പോരാളികൾ, ഇന്ത്യയുടെ പ്ലേയിങ് 11. അങ്ങനെ ശ്രീനാഥ്, ഇന്ത്യ നിർണായക പോരാട്ടത്തിന് ടീം ലൈനപ്പിൽ മാറ്റമില്ലാതെയാണ് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും വിൻഡീസിനെതിരായ മത്സരത്തിൽ ഇന്ത്യൻ ടീം പുറത്തെടുത്ത ഒരു പോരാട്ട വീര്യം, ആ ടീമിന്റെ ആ ഒരു ഘടന മാറ്റാൻ ഏതായാലും ക്യാപ്റ്റൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ തന്നെ ഓപ്പണിംഗിൽ ഉണ്ടാവുന്നു. സഞ്ജുവും അഭിഷേക് ശർമ്മയും തന്നെ ഓപ്പൺ ചെയ്യുന്നു എന്നത് ആ ഒരു രീതി സമീപകാലത്ത് ഇന്ത്യൻ ടീം ഓപ്പണിംഗിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്കുണ്ടായിരുന്നെങ്കിൽ അത് ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരുടെ ഒരു അതിപ്രസരം അത് ഓപ്പണിംഗിൽ അടക്കം ഉള്ളതായിരുന്നു എന്ന രീതിയിൽ ചർച്ചകൾ വന്നാണ്. പിന്നീട് സഞ്ജു എത്തിയതോടെ കാര്യങ്ങൾ മാറിയത് കണ്ടു. അതുകൊണ്ട് ആ ഒരു ഘടന തന്നെ തുടരാൻ വേണ്ടി ഇന്ത്യൻ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ സഞ്ജു സാംസൺ വീണ്ടും ഒരിക്കൽ കൂടി ഒരു നിർണായകമായ ഘട്ടത്തിൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഓപ്പണറായി തന്നെ വരുന്നു. ആരാധകരെ സംബന്ധിച്ചിടത്തോളം ടോസ് നഷ്ടമായത് വലിയൊരു നിരാശ കാരണമാവില്ല. കാരണം എപ്പോഴും ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ ടോട്ടൽ ഇന്ത്യ പടുത്തുയർത്തുന്നത് ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു വെടിക്കെട്ട് തന്നെയാണ്. അതിന് കളമൊരുക്കുന്നത് തന്നെയാണ് ആദ്യം ബാറ്റ് ചെയ്യുക എന്നത്. ഇന്ത്യക്ക് ഒരു ഉയർന്ന ടോട്ടൽ 200 മുകളിൽ ഒരു ടോട്ടൽ തന്നെയാകും ഇന്ത്യ ലക്ഷ്യമിടുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പവർ പ്ലേയിൽ മികച്ച ഷോട്ടുകൾ, മികച്ച കൂറ്റൻ അടികൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ സഞ്ജു സാംസന്റെ വലിയ അടികൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം അഭിഷേക് ശർമ്മ ഒടുവിൽ ഇവിടെ ഇംഗ്ലണ്ടുമായി നേർക്കുനേർ വന്ന മത്സരത്തിൽ അഭിഷേക് ശർമ്മ 135 റൺസ് നേടി. വെറും 50-55 പന്ത് മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു കൂറ്റൻ അടികളിലൂടെ ഇത്രയും വലിയ ഒരു റൺ മല അദ്ദേഹം അടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ തരത്തിൽ അദ്ദേഹം വീണ്ടും ഫോമിലേക്ക് മടങ്ങിയെത്തുന്നത് അതിങ്ങനെ തന്നെ ആവട്ടെ എന്നത് ഒരു ചരിത്ര നിയോഗം പോലെ ആകും എന്നത് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഓപ്പണിംഗിൽ സഞ്ജുവും അഭിഷേകും ചേർന്ന് ഒരു മികച്ച തുടക്കം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് വരുന്ന താരങ്ങൾ, യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിലുള്ള താരങ്ങൾ ഭൂരിഭാഗവും മുംബൈയെ, വാങ്കഡയെ നന്നായി അറിയാവുന്ന താരങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അറിയാം, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസിൽ കളിച്ച് പരിചയമുള്ള താരമാണ്. മാത്രമല്ല മുംബൈ ഇന്ത്യൻസിലോ രഞ്ജിയിലോ കളിച്ചിട്ടുള്ള താരങ്ങളാണ് ഇഷാൻ കിഷൻ ആയിക്കോട്ടെ, ഹാർദിക് പാണ്ഡ്യ ആയിക്കോട്ടെ, ശിവം ദുബെ ആയിക്കോട്ടെ, അങ്ങനെ ജസ്പ്രീത് ബുംറ ആയിക്കോട്ടെ, അങ്ങനെ മുംബൈ താരങ്ങളുടെ ഒരു പട തന്നെ ഈ ടീമിലുണ്ട്. അതുകൊണ്ട് വാങ്കഡയെ നന്നായി അറിയാവുന്ന ഒരു ടീം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. യഥാർത്ഥത്തിൽ വാങ്കഡെ ഒരു ലക്കി ഗ്രൗണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് 2011 ലോകകപ്പ് ധോണിയുടെ ആ മികച്ച 6-ലൂടെ നേടിയെടുത്തത് കൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ എക്കാലത്തും വാങ്കഡെ ഇന്ത്യ തുണച്ചിട്ടുണ്ട്. 2017 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ T20യിൽ ഇന്ത്യ ഒരു തോൽവി വാങ്കഡയിൽ അറിഞ്ഞിട്ടില്ല എന്നതുകൂടി ആ ഗ്രൗണ്ടിനെ വളരെയധികം സ്പെഷ്യലാക്കുന്നു. അതുകൊണ്ട് സെമി പോലെ ഒരു പോരാട്ടത്തിന് ഇന്ത്യ ഇറങ്ങുന്നത് വാങ്കഡയുടെ മണ്ണിലാകുമ്പോൾ ഒരു ഉയർന്ന ടോട്ടൽ ആരാധകർ പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ ഒരു മികച്ച തുടക്കം സഞ്ജുവും അഭിഷേകും ചേർന്ന് നൽകും എന്നത് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ബോളർമാരിലും വലിയ പ്രതീക്ഷ ഇന്ത്യക്കുണ്ട്. ഇംഗ്ലീഷ് ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജോസ് ബട്ട്ലറുടെ ഒക്കെ കരിയർ പരിശോധിക്കാനുള്ള വാങ്കഡയെ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അഭിഷേക് ശർമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും ജോസ് ബട്ട്ലർക്കും വലിയ ഒരു താരമാകും, ഈ ടൂർണമെന്റിലെ തന്നെ താരമാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്ലെയറാണ് യഥാർത്ഥത്തിൽ ജോസ്. പക്ഷേ ഈ ടൂർണമെന്റിൽ ഇതുവരെ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു വലിയ ഇന്നിംഗ്സ് കളിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ വാങ്കഡയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. ശ്രീനാഥ തുടരുക. എന്തായാലും നമ്മുടെ ആരാധകരുടെ പ്രതികരണങ്ങളിലേക്കും കമന്റ് ബോക്സിലേക്കൊക്കെ തന്നെ പോകണം. അതായത് സഞ്ജു അത് തന്നെയാണ്, സഞ്ജു ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തി എന്ന് പറഞ്ഞത് വെറുതെയല്ല. സഞ്ജുവിനുള്ള പിന്തുണ ഒരുപക്ഷെ 10 മടങ്ങോ അല്ലെങ്കിൽ അതിനപ്പുറമോ മാറി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നമ്മുടെ കമന്റ് ബോക്സുകളിലും ഒക്കെ തന്നെ സഞ്ജുവിനോടുള്ള സ്നേഹം നിറയുകയാണ്. സഞ്ജുവിൽ നിന്ന് ഇനിയുള്ള 2 മത്സരങ്ങൾ കൂടി സഞ്ജുവിന്റെ നല്ല ഇന്നിങ്സ് വരാൻ തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.